മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചാമ്പയ്ക്ക നമുക്കൊരു പീര വെച്ചാലോ? എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. ആദ്യം ചാമ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, മത്തി, ഉള്ളി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പീര വെക്കാം. പീര വെച്ച് അടുപ്പയിൽ അതങ്ങനെ വെച്ചു. കരിയാപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് ചാമ്പയ്ക്ക മത്തിയും കൊണ്ട് ഒരു പീര വെക്കുക. വേവട്ടെ. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ. മത്തി ചാമ്പയ്ക്കായും കൂടെ പീര വെച്ചത്. കണ്ട, ചാമ്പയ്ക്ക ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ശേഷം പച്ചമുളക്, തേങ്ങ, ഉള്ളി, കരിയാപ്പില, ഉലുവാപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കുക. കണ്ടോ, മത്തിയും ചാമ്പയ്ക്കയും കൂടെ പീര വെച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാം. ചാമ്പയ്ക്കയൊക്കെ കണ്ടോ, നല്ല പോലെ വെന്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കണ്ടോ. നമുക്കത് കൂട്ടി നോക്കിയാലോ? ആരെങ്കിലും കൂട്ടാൻ കൂടുന്നുണ്ടോ? ചാമ്പയ്ക്കയും മത്തിയും കൂടെ പീര വെച്ചത്. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും നല്ല സൂപ്പർ തോരൻ. ഒരു പ്രാവശ്യം വെക്കുന്നവർ പിന്നെയും പിന്നെയും വെക്കും. അതുപോലെ അത്രയ്ക്കും രുചിയാണ്. ഒരുമാതിരിപ്പെട്ടവരാരും വെക്കൂലായിരുന്നു. ചാമ്പയുടെ മൂട്ടിലും പൊഴിഞ്ഞെങ്ങനെ കിടക്കും കണ്ടോ. നമ്മുടെ ചാമ്പ തന്നെ കണ്ടില്ലേ, കായ ഉണ്ടായി നിൽക്കുന്ന കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എൻ്റെ ചാനൽ മറന്നു പോകണ്ട. ശോശാമ്മ കിച്ചൺ. ചാമ്പയ്ക്ക പീര വെച്ചത്, മത്തിപ്പീര.